ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഓണത്തിൻ്റെ അവധിയൊക്കെ പ്രമാണിച്ച് സ്കൂളിൽ കുട്ടികളും നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഒക്കെ വീട്ടിൽ തന്നെയുള്ള സമയമല്ലേ, ബന്ധുക്കളൊക്കെ ഒത്തുകൂടുകയൊക്കെ ചെയ്യുന്ന സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അടിപൊളി സുഖിയൻ, തനി നാടൻ രീതിയിൽ, എന്നാലും നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിൻ്റെ 2 ഇരട്ടി നല്ല ടേസ്റ്റിൽ കേട്ടോ. ഇപ്പം ഞാനൊരു 3/4 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ കുതിർത്ത് വെച്ചതൊന്നുമല്ല കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ നെകയ്ക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെയിറ്റിട്ട് ഒരു 2 വിസിൽ കഴിയുമ്പോഴേക്കും അത് പാകത്തിന് വെന്തിരിക്കുമേ. വല്ലാതെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുതേ, ചെറിയ തരിയായിട്ട് തന്നെ കിടക്കണം കേട്ടോ. തീരെ അങ്ങ് വേവാതെയും ഇരിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാനും പാടാകുമേ. ഒരു 1/4 കപ്പ് വെള്ളം ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 175 ഗ്രാം ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതങ്ങ് വല്ലാതെ കുഴഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. കറക്റ്റ് നിങ്ങൾ ഒരു 175 ഗ്രാം എടുത്താൽ മതി. പിന്നെ പൊടി ശർക്കരയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ആ കണക്കിനെടുത്താൽ മതി കേട്ടോ. ഈ ഒരു മധുരത്തിൽ തയ്യാറാക്കി എടുക്കുമ്പോഴേക്കും ഒരുപാടങ്ങ് മധുരമില്ല, ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളേ. ഇത് നമുക്ക് വെറുതെ ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം പോരാ, ഒരു നൂൽ പരുവമാകണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് അത് കട്ടകളെല്ലാം ഒന്ന് അലിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേറെ ഒരു ഇരുമ്പരിപ്പയിലോട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ഒരു നൂൽ പരുവമാക്കി എടുക്കുകയായിരുന്നേ. ഇപ്പം ഇതേ കണ്ടല്ലോ, ഒരു നൂൽ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചെറുകിയതെടുക്കണം. 1 കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റാണ്, കുറച്ചുകൂടെ നല്ലൊരു മണവുമാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങളതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരിക്കലും മറക്കല്ലേ. അതുപോലെ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഒരുപാട് നല്ല ഓണം സ്പെഷ്യൽ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു കേട്ടോ. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയുടെ സ്വാദ് ഒട്ടും താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താലും മതി. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഏലക്കാപ്പൊടിയുടെ സ്വാദും മണവും ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്തത്. ഇപ്പം നമ്മുടെ സുഖിയൻ്റെ കൂട്ട് തയ്യാറായി. ഇനി നമുക്ക് മുക്കി വറക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണമല്ലോ. അതിനുവേണ്ടി ആദ്യം ഇട്ട് കൊടുത്തത് 1 കപ്പ് ലെവലായിട്ട് മൈദയും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടാണ് വേണ്ടത്. ബേക്കിംഗ് സോഡ ആദ്യമേ ഇങ്ങനെ കലക്കുമ്പം നമ്മൾ കലക്കി വെക്കണം എന്നില്ല. എപ്പോഴാണോ നമ്മൾ മുക്കി വറക്കുന്നത് ആ സമയത്ത് മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി കേട്ടോ. ഇത് പൊരിച്ചിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിൻ്റെ ബാറ്ററി ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പുറത്ത് നല്ല കട്ടിയുള്ളൊരു കോട്ടിങ് കിട്ടത്തില്ല. ഇപ്പം അതേ നല്ല കറക്റ്റായിട്ട് 2 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പയർ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിച്ച് കളയാതെ ആ വെള്ളത്തിലിട്ട് പെട്ടെന്നങ്ങ് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. തീ കൂട്ടിയിട്ടിട്ട് കൂടെ തന്നെ നിന്ന് അടിക്ക് പിടിക്കാതെ ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്താൽ മതിയേ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്വാദും ഗുണവും ഒക്കെ അങ്ങ് പോകത്തില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ആ വഴറ്റി ഇതിലോട്ട് ചേർത്തിട്ട് ആ പയർ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതെല്ലാം കൂടെ ആ പയറേലും കൂടി ആ ശർക്കരയുടെ ടേസ്റ്റൊക്കെ പിടിക്കുന്ന രീതിയിൽ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. എനിക്ക് ഈ ഒരു അളവിലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 17-18 എണ്ണമാണ് കിട്ടിയത്. അതുപോലെ നിങ്ങൾ ഉരുള ഉരുട്ടുമ്പോഴേക്കും ഒരിച്ചിട്ട് ബലം കൊടുത്ത് നല്ലതായിട്ട് ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കണേ. അല്ലെങ്കിൽ ബാറ്ററിൽ മുക്കാൻ എടുക്കുമ്പോഴേക്കും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചൂട് പോയി കഴിഞ്ഞിട്ട് വേണം ഇത് ഉരുട്ടാൻ. പിന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് മാവിൽ മുക്കിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു മഞ്ഞ നിറം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ ഒരു പകുതിയുടെ പകുതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയേ. ശരിക്കും ഇതിന് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമേ ഇല്ല, പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഇച്ചിരി കളറായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് കേട്ടോ. വളരെ ചെറിയൊരു ലൈറ്റ് കളറേ ഉള്ളൂ. അതുപോലെ വെള്ളം ഇതിനാകെപ്പാടെ ഞാൻ കലക്കാനായിട്ട് ചേർത്തത് ഒരു 1/2 കപ്പ് ആദ്യം ഒഴിച്ചു, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു, പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു. അങ്ങനെ 1/2 കപ്പും ഒരു 3 ടേബിൾ സ്പൂണും കൂടാണ് ആകെ വെള്ളമായത്. കൺസിസ്റ്റൻസി കണ്ടല്ലോ, നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. സുഖീൻ പോലുള്ള പലഹാരങ്ങളൊക്കെ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെയായിരിക്കും നല്ലതെന്നുള്ളത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പം ഓരോന്നായിട്ട് മുക്കി ഒരു 4 എണ്ണം 5 എണ്ണം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സമയത്ത് ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് വലിയ പാടൊന്നുമില്ലാതെ അങ്ങ് തനിയെ അങ്ങ് ഇളകി പോകുന്നുള്ളൂ. എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഭയങ്കര സ്നേഹമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ
കുറച്ച് നേരം ഒന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും, പക്ഷേ ചൂട് തട്ടുമ്പോഴത്തേക്ക് രണ്ട് വഴിക്ക് പോയിക്കൊള്ളുവേ. ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അനക്കി കൊടുക്കാൻ നിൽക്കല്ലേ. ഇച്ചിരി നായി കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഞാൻ തയ്യാറാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ഒന്നാന്തരം സുഖിയനാണ്. ഇതേ റെസിപ്പിയിൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലേ ചെയ്യുള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്